ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 3 പേരുകൾ, അത് 3ഉം ഏതാണ്ട് സമാനമായ പേരാണ്. ഒന്ന് അൽ ഗാഫിർ, മറ്റൊന്ന് അൽ ഗഫൂർ, മറ്റൊന്ന് അൽ ഗഫാർ. ഗാഫിർ എന്ന് പറയുന്ന ആ ഒരു പേര് വിശുദ്ധ ഖുർആനിൽ അതേ പേരിലുള്ള ഒരു സൂറത്തിൽ മാത്രമാണ് വന്നത്. സൂറത്ത് ഗാഫിർ എന്നൊരു സൂറത്തിന്റെ പരിശുദ്ധ ഖുർആനിൽ അവിടെ അല്ലാഹു പറയുന്നുണ്ട് ഗാഫിരിൽ ദംബ്, പാപം പൊറുക്കുന്നവൻ. ഒരൊറ്റ തവണയാണ് ഖുർആൻ അല്ലാഹുവിന്റെ നാമമായി അത് പ്രയോഗിച്ചത്. അതേ അവസരത്തിൽ ഏറെ പൊറുക്കുന്നവൻ എന്നർത്ഥമുള്ള അൽ ഗഫൂർ എന്ന നാമം പരിശുദ്ധ ഖുർആനിൽ 91 സ്ഥലങ്ങളിലാണ് അല്ലാഹു പ്രയോഗിച്ചിരിക്കുന്നത്. അതിന്റെയും കൂടുതലുള്ള രൂപമാണ് അൽ ഗഫാർ, അങ്ങേയറ്റം പൊറുക്കുന്നവൻ. അത് 5 സ്ഥലങ്ങളിൽ അല്ലാഹു തആല ഉപയോഗിച്ചിരിക്കുന്നു അവന്റെ നാമമായി. ഇങ്ങനെ ഗാഫിർ എന്നത് ഒരു തവണയും, ഗഫൂർ എന്ന നാമം 91 തവണയും, ഗഫാർ എന്ന നാമം 5 തവണയുമാണ് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. എന്താണ് ഈ ഗാഫിർ, ഗഫൂർ, ഗഫാർ എന്നൊക്കെ പറയുന്ന ഈ ഗഫർ അല്ലെങ്കിൽ ഗഫറ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അല്ലാഹുവിനോട് യാ ഗാഫിർ എന്ന് വിളിക്കുമ്പോൾ, യാ ഗഫൂർ എന്ന് അല്ലാഹുവിനെ വിളിക്കുമ്പോൾ, യാ ഗഫാർ എന്ന് അല്ലാഹുവിനെ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ആശയം എന്താണ് നാം നമ്മുടെ റബ്ബിനെ സംബന്ധിച്ച ആ പേരിലൂടെ ഗ്രഹിക്കേണ്ടത്? അതാണ് അല്പസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? വമഅന, പണ്ഡിതന്മാർ പറയുന്നു അൽ ഗഫറു ഫീ ഹഖില്ലാഹി സുബ്ഹാനഹു, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഗഫർ ചെയ്യുന്നവനാണ് അല്ലെങ്കിൽ മഗ്ഫിറത്ത് നൽകുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഹുവല്ലദീ യസ്തുറു ദുനൂബ ഇബാദിഹി വയുഗത്തീഹിം ബിസിത്രിഹി. അല്ലാഹു അവനെ സംബന്ധിച്ച് ഗാഫിർ എന്ന് പറഞ്ഞെടുത്ത് ഗഫൂർ എന്നും ഗഫാർ എന്നൊക്കെ പറഞ്ഞെടുത്തുള്ള ആശയം ഹുവല്ലദീ യസ്തുറു ദുനൂബ ഇബാദിഹി, അവന്റെ അടിമകളുടെ പാപങ്ങളെ അവൻ മറച്ചുവെക്കുന്നു. അടിമകളുടെ പാപങ്ങൾ മറച്ചുവെക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. വയുഗത്തീഹിം ബിസിത്രിഹി, അവന്റെ പ്രത്യേകമായ ഒരു മറയിലൂടെ, അത് മാലോകര് കാണാതെ, മാലോകരറിയാതെ, ഈ അടിമയെ വഷളാക്കാതെ അത് മൂടിവെക്കുന്നവൻ എന്നാണ് ഗാഫിർ, ഗഫൂർ, ഗഫാർ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ആശയം. ഇനി അതുപോലെ തന്നെ ഇമാം ഖത്താബി റളിയല്ലാഹു തആല അൻഹു പറയുന്നു ഫൽ ഗഫാറു അസ്സത്താറു ലിദുനൂബി ഇബാദിഹി. ഗഫാർ എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ അടിമകളുടെ പാപങ്ങളെ മറച്ചു വെക്കുന്നവനാണ്. വൽ മുസ്ദിലു അലൈഹിം സൗബഅത്തിഹി വറഅഫതിഹി, എന്നിട്ട് ആ അടിമയുടെ മേൽ അവൻ ഇട്ടുകൊടുക്കുന്നു, താഴ്ത്തിയിട്ട് കൊടുക്കുന്നു. സൗബഅത്തിഹി വറഅഫതിഹി, അവന്റെ കാരുണ്യത്തിന്റെയും വാത്സല്യത്തിന്റെയും അതുപോലെ തന്നെ വിട്ടുവീഴ്ചയുടെ വസ്ത്രം അവരുടെ മേൽ താഴ്ത്തിയിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ അന്നഹു ലാ യക്ശിഫു അംറൽ അബ്ദി ലി ഖൽഖിഹി, അവന്റെ പടപ്പുകൾക്ക് ഈ അടിമയുടെ രഹസ്യത്തെ അവൻ വെളിവാക്കാതെ, വലാ യഹ്തികു സിത്രഹു, അവന്റെ ആ അഭിമാനത്തെ നശിപ്പിക്കാതെ അതങ്ങനെ മറച്ചുവെക്കും. അല്ലാഹു അവനെ ശിക്ഷിക്കുകയില്ല പരസ്യമായി ബിൽ ഉഖൂബത്തി, ചില ശിക്ഷകൾ മുഖേന. ആ ശിക്ഷകൾ അവന് കിട്ടിക്കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താണ്? അല്ലത്തി തശ്കുറുഹു ഫീ ഉയൂനിഹിം, ജനമനസ്സുകൾക്കിടയിൽ ആളുകളുടെ കണ്ണിൽ ഇവൻ വഷളായി പോകുമല്ലോ. ആ നിലക്കൊരടിമയെ വഷളാക്കാതെ, അടിമയിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പുറത്തു മാപ്പാക്കി കൊടുത്തുകൊണ്ട് അവന്റെ മീതെ ഒരു വസ്ത്രം മൂടിയിട്ടാൽ അവനെ കാണാത്തതുപോലെ അവന്റെ പാപങ്ങൾ മാലോകരില്ലെന്ന് മറച്ചു വെച്ചുകൊണ്ട് അവന്റെ അഭിമാനത്തെ കാത്തുരക്ഷിക്കുന്നവൻ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം. മറ്റൊരു ഇമാം പറയുന്നു വഹുവല്ലദീ യസ്തുറു അലൽ മുദ്നിബി, കുറ്റം ചെയ്ത ആളെ അല്ലാഹു തആല മറച്ചു പിടിക്കുന്നു. വലാ യുആഖിദുഹു, അവനെ ശിക്ഷിക്കുന്നില്ല. അങ്ങനെ ശിക്ഷിച്ചാൽ ഫയശ്ഹറുഹു വയഫ്ലഹുഹു, അതവനെ വഷളാക്കലാണല്ലോ. അപ്പൊ പരലോകത്തുണ്ടാകുന്ന ഏറ്റവും വലിയ വഷളത്തരം അവിടെയാണ്. മനുഷ്യൻ സ്വകാര്യ പരസ്യമായി വ്യത്യാസമില്ലാതെ ഏതെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ പരമകാരുണികനായ റബ്ബിന്റെ ലിസ്റ്റിൽ അതൊന്നൊഴിയാതെ കിടപ്പുണ്ട്. മരലോകത്ത് വെച്ച് കിതാബ് കാണുമ്പോ എല്ലാ മനുഷ്യരും പറയുന്നുണ്ടല്ലോ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ. ചെറുതും വലുതുമായ യാതൊന്നും ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെടാതെ വിട്ടുപോയിട്ടില്ലല്ലോ.
എല്ലാം ഇവിടെ കൃത്യമായി കാണുന്നല്ലോ. അവർ ചെയ്തിട്ടുള്ളതെല്ലാം ഹാദിറായി കൊണ്ട് കാണുകയാണല്ലോ. അതെങ്ങാനും പരലോകത്ത് അല്ലാഹു ജനകോടികളുടെ മുമ്പാകെ അങ്ങ് നിവർത്തി അങ്ങ് കേൾപ്പിച്ചു കൊടുത്താൽ എന്തായിരിക്കും ഒരു മനുഷ്യന്റെ അവസ്ഥ? അതുകൊണ്ട് യാ ഗാഫിറേ ഗഫാറേ ഗഫൂറേ, എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോ ആഖിറത്തിൽ ജനകോടികളുടെ മുമ്പിൽ വെച്ച് ഞാൻ ചെയ്തിട്ടുള്ള തിന്മകൾ അത് മാലോകര് കാണാതെ നീ മറച്ചു വെക്കണം, നീ അത് പൊതിഞ്ഞു നിർത്തണം, നീ എന്നെ വഷളാക്കരുത്, നീ എന്നെ മാനം കെടുത്തരുത്. ഇതൊക്കെയാണ് ഗാഫിർ ഗഫാർ ഗഫൂർ എന്നൊക്കെ പറയുമ്പോ അല്ലാഹുവിനെ സംബന്ധിച്ചൊരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. അതാണ് പണ്ഡിതന്മാർ അതിന്റെ ആശയമായി പറഞ്ഞത്. ഇത് നോക്കൂ സുഹൃത്തുക്കളെ, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗാഫിർ എന്ന് പറഞ്ഞാൽ പൊറുക്കുന്നവൻ, അതിനേക്കാൾ കൂടുതൽ പൊറുക്കുന്നവൻ ഗഫൂർ, അതിന്റെയും അപ്പുറത്തേക്ക് ഗഫാർ, അങ്ങേയറ്റം പൊറുക്കുന്നവൻ. എത്രത്തോളം അവൻ പൊറുക്കുന്നു? വഹുവൽ ഗഫൂറു ഫലൗ അതാ ബിഖുറാബിഹാ മിൻ ഗൈരി ശിർകിൻ ബൽ മിനൽ ഇസ്യാനി ലഅതാഹു ബിൽ ഗുഫ്റാനി മിൽ അഖ്റാബിഹാ സുബ്ഹാനഹു ഹുവ വാസിഉൽ ഗുഫ്റാനി വഹുവൽ ഗഫൂറു. അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്. എത്രത്തോളം മനുഷ്യന്മാര് ശിർക്കല്ലാത്ത മറ്റേത് പാപങ്ങളും ചെയ്ത് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവർ സമീപിച്ചാലും അവർ മഗ്ഫിറത്തിന് വേണ്ടി റബ്ബിനോട് തേടി പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിൽ ഏറെ പൊറുക്കുന്നവനാണ് അല്ലാഹു, നിരാശപ്പെടേണ്ടതില്ല. അപ്പൊ ഗാഫിർ ഗഫൂർ ഗഫാർ എന്ന് വിശ്വസിക്കുന്നവര് മുസ്ലിം, അള്ളാഹുവിന്റെ പേരതാണെന്ന് വിശ്വസിക്കുന്നവര് മുസ്ലിം, അവന്റെ മനസ്സിൽ അവൻ രൂഢമൂലമാക്കേണ്ടുന്ന ആശയം എന്താണ്? എന്റെ റബ്ബിന്റെ ഗുണമാണത്, അതെന്റെ റബ്ബിന് മാത്രമേയുള്ളൂ. എന്റെ റബ്ബാണ് ഗാഫിർ, എന്റെ റബ്ബ് മാത്രമാണ് ഗഫൂർ, എന്റെ റബ്ബ് മാത്രമാണ് ഗഫാർ. അതുകൊണ്ട് അവനെ വിശേഷിപ്പിച്ച അതിന്റെ ആശയങ്ങളിൽ ഏത് ചെറുതും വലുതുമായ പാപങ്ങൾ ശിർക്കാണെങ്കിൽ പോലും മനുഷ്യൻ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ എത്ര വലിയ തെറ്റ് ചെയ്തവനോടും പൊറുക്കുന്നവനാണ് അല്ലാഹു. അതാണ് റബ്ബ് സമാധാനിപ്പിക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മനസ്സിന് കുളിരേകുന്ന വചനമാണ് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ അല്ലാഹു കൽപ്പിക്കുന്നത്. ഖുൽ നബിയെ പഠിപ്പിച്ചു കൊടുക്കൂ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ധാരാളം തിന്മകൾ ചെയ്തിട്ടുള്ള എന്റെ അടിമകളോട് പറഞ്ഞേക്കൂ. അപ്പോഴും അല്ലാഹു തആല സ്നേഹത്തോടുകൂടിയാണ് പറയുന്നത്, എന്റെ അടിമകൾ, ഇബാദിയായ എന്റെ അടിമകളോട് പറഞ്ഞേക്കൂ. ആരാണവർ? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വശരീരങ്ങൾക്കെതിരിൽ തന്നെ ധാരാളക്കണക്കിന് തിന്മ ചെയ്തവർ, കണക്കല്ലാത്ത കുറ്റം ചെയ്തവർ. ലാ തഖ്നതൂ, അവർ നിരാശപ്പെടരുത്. മിർ റഹ്മത്തില്ലാഹി, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടരുത്. ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇത്രമാത്രം അബദ്ധങ്ങൾ എന്നിൽ നിന്ന് സംഭവിച്ചില്ലേ, ഇതൊക്കെ ഇനി എങ്ങനെ റബ്ബ് പൊറുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പാപങ്ങളിൽ ഉറച്ചു നിൽക്കാതെ റബ്ബിലേക്ക് തിരിച്ചോളൂ. കാരണം ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു യഗ്ഫിറുദ്ദുനൂബ ജമീഅ, പാപങ്ങൾ മുഴുവൻ അവൻ പൊറുക്കും. കാരണം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ അത്യധികം പൊറുക്കുന്നവനാണ്, കരുണയുടെ കടലാണ്. അതേപോലെ തന്നെ ഇത് സൂറത്തു സുമറിൽ 53-ാമത്തെ ആയത്തിലാണ് അല്ലാഹു പറഞ്ഞതെങ്കിൽ സൂറത്തു നിസായിലെ 110-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വമൻ യഅമൽ സൂആ ഔ യളിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ യജിദില്ലാഹ ഗഫൂറർ റഹീമാ. ആരെങ്കിലും ഒരു തിന്മ ചെയ്തു പോയാൽ, ഔ യളിം നഫ്സഹു, അല്ലെങ്കിൽ തന്നോട് തന്നെ കടുത്ത അക്രമം ഒരാൾ ചെയ്താലും, സുമ്മ യസ്തഗ്ഫിരില്ലാഹ, പിന്നെ അവൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കുകയാണെങ്കിൽ, യജിദില്ലാഹ ഗഫൂറർ റഹീമാ, അള്ളാഹുവിനെ ഏറെ പൊറുക്കുന്നവനായി ഗഫൂറായി അവന് കണ്ടെത്താം, റഹീമായിട്ട് അവന് കണ്ടെത്താം. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, പടച്ച തമ്പുരാന്റെ ഖജനാവ് വിശാലമാണ്, മഗ്ഫിറത്ത് അവൻ കുറച്ചാൾക്കൊന്നുമല്ല കൊടുക്കുന്നത്, അവൻ ധാരാളം ആളുകൾ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തു കൊടുക്കാൻ മാത്രം വിശാലനാണവൻ. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, നിന്റെ റബ്ബ് മഗ്ഫിറത്ത് വിശാലമായി നൽകുന്നവനാണ്.
സൂറത്തുൻ നജ്മിലെ 32-ാമത്തെ വചനമാണത്. അതേപോലെ തന്നെ അല്ലാഹു പറയുന്നു വഇന്നീ ലഗഫാറുൽ ലിമൻ താബ വആമന വഅമില സാലിഹൻ സുമ്മ ഇഹ്തദാ. ത്വാഹ എന്ന സൂറത്തിലെ 82-ാമത്തെ വചനം, നിശ്ചയമായും ഞാൻ ആരാണ്? ലഗഫാറുൻ, അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. കുറച്ചൊന്നുമല്ല ഞാൻ പൊറുക്കുന്നത്, ധാരാളമായി ഞാൻ വിട്ടുവീഴ്ച ചെയ്യും, പൊറുക്കും. ആരോട്? ലിമൻ താബ, പശ്ചാത്തപിച്ച് മടങ്ങിയവർക്ക്, വആമന, വിശ്വാസം നന്നാക്കുകയും, വഅമില സാലിഹൻ, കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്തവൻ, സുമ്മ ഇഹ്തദാ, പിന്നെ നേർവഴി പ്രാപിച്ചവന് നാം പുറത്തു കൊടുക്കും. മാത്രമല്ല പടച്ചവൻ ചെയ്യുന്ന ഒരു പ്രത്യേകമായ കാരുണ്യമെന്താ? അബദ്ധം സംഭവിച്ചു പോയാൽ, അവിവേകം കൊണ്ട് മനുഷ്യരിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചു പോയാൽ, കഴിഞ്ഞുപോയ കാലങ്ങളിൽ എന്ത് തന്നെ സംഭവിക്കട്ടെ, എന്ത് തന്നെ സംഭവിച്ചാലും പിന്നീട് നീ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് പറയാൻ തയ്യാറുണ്ടോ? പിന്നെ നീ അവനിലേക്ക് ഖേദിച്ച് മടങ്ങാൻ തയ്യാറുണ്ടോ? അവന്റെ സവിധത്തിൽ ചെന്ന് കണ്ണുനീരൊഴുക്കി മനസ്സ് തപിച്ചുകൊണ്ട് പറയാൻ നിനക്കാകുമോ? എങ്കിൽ അല്ലാഹു പറയുന്ന ഒരു പ്രത്യേകമായ പുണ്യം കൂടിയുണ്ട്. അതെന്താ? പാപം പൊറുത്തു തരും എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ആളുകൾക്ക് ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. സൂറത്തുൽ ഫുർഖാനിന്റെ 70-ാമത്തെ ആയത്താണത്. അത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് തിന്മകളെ സംബന്ധിച്ചാണ് മുമ്പുള്ള വചനങ്ങളിൽ പറയുന്നത്. അവിടെ ശിർക്കിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, വ്യഭിചാരത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, മനുഷ്യവധത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് തന്നെയും അല്ലാഹു പറയുന്നു, ഇതൊക്കെ കഴിഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങാൻ മനസ്സ് പൊട്ടിക്കൊണ്ട് റബ്ബിലേക്ക് തിരിച്ചു വരാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ പാപം ഞാൻ പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല, അക്കൂട്ടർ അല്ലാഹു അവർക്ക് ബദലാക്കി കൊടുക്കുന്നതാണ്, അല്ലാഹു അവർക്ക് പകരം ചെയ്തു കൊടുക്കുന്നതാണ്. സയ്യിആതിഹിം, എന്തിനെയാണ് അല്ലാഹു ബദലാക്കുന്നത്? അവരുടെ തിന്മകളെയൊക്കെ ഹസനാത്ത്, നന്മകളാക്കി മാറ്റി കൊടുക്കുന്നു. പാപം പുറത്തു കൊടുക്കുക എന്ന് മാത്രമല്ല, മുമ്പ് ചെയ്ത തിന്മയൊക്കെ നന്മയാക്കി മാറ്റുക. വകാന അല്ലാഹു ഗഫൂറർ റഹീമ. കണ്ടോ, ഓരോ സ്ഥലത്തും അത് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന പേരാ പറയുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിന് വേണ്ടി തേടുമ്പോ റബ്ബിനോട് ഗഫിറേ, ഗഫൂറേ, ഗഫാറേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തേടണം. ഇതൊക്കെ പറയുമ്പോ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. എന്താ? അല്ലാഹു ഇത്ര വിശാലമായിട്ട് ഇങ്ങനെ പറയുമ്പോ തെറ്റ് ചെയ്യാൻ മനുഷ്യന് ആവേശം തോന്നുന്നല്ലേ ചെയ്യാ? മനുഷ്യർക്ക് ഇത്രയൊക്കെ പുറത്തു കൊടുക്കുന്നു പറയുമ്പോ അത് തെറ്റ് ചെയ്യാൻ അല്ലാഹു ലൈസൻസ് തരികയാണോ? അബദ്ധങ്ങൾ ചെയ്തോളൂ എന്ന് പറയുകയാണോ? ഒരിക്കലും അല്ല. അബദ്ധങ്ങൾ സംഭവിച്ചവരോട് അല്ലാഹു പറയുന്നത്, നിങ്ങൾ നല്ല നിലക്ക് ആത്മാർത്ഥമായി ഖേദിച്ചാൽ മാത്രമേ എന്റെ ഈ പ്രത്യേകമായ അനുഗ്രഹമൊക്കെ നിങ്ങൾക്ക് ലഭിക്കൂ. അത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രാഇന്റെ 25-ാമത്തെ ആയത്തിൽ കാണാം, ഇൻ തകൂനൂ സാലിഹീൻ ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറാ. അവർ സ്വാലിഹീങ്ങളായി മാറുകയാണെങ്കിൽ അത്തരക്കാരോട് ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറാ, അങ്ങനെ ഖേദിച്ചവരിലേക്ക് മടങ്ങുന്നവരോട് അവൻ നേരെ പൊറുക്കുന്നവനാണ്. അതുപോലെ തന്നെ ഏത് പാപങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യന്മാരും ഇല്ലാമൻ വലമ, ഒരാൾ ചെയ്തു, സുമ്മ ബദ്ദല, പിന്നീട് അവൻ പകരം ചെയ്തു, ഹുസ്നൻ, നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിച്ചു, ബഅദ സൂഇൻ, പറ്റിപ്പോയ അബദ്ധത്തിന് ശേഷം പിന്നെ നന്മകൾ ചെയ്യുമ്പോൾ ഫഇന്നീ ഗഫൂറുർ റഹീം, അത്തരക്കാർക്ക് ഞാൻ ഏറെ പൊറുക്കുന്നവനാകുന്നു. അപ്പൊ നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യണമെങ്കിൽ എന്ത് വേണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപങ്ങൾ ആരെങ്കിലും ചെയ്തു പോയെങ്കിൽ അതിൽ നിന്ന് ആത്മാർത്ഥമായ ഖേദമുണ്ടാകണം. എന്നാൽ അതേ അവസരത്തിൽ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും പൊറുക്കുന്നതല്ല. എന്താണ് അതിന്റെ ആശയം? എല്ലാ പാപവും അല്ലാഹു പൊറുക്കുന്നു പറയുന്നു. ഇവിടെ എന്താണ് പൊറുക്കൂല എന്ന് പറയുന്നത്? പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു. യുബയ്യിനു, അല്ലാഹു വിശദീകരിക്കുകയാണ്, അന്നൽ മുഖീമ അല ശിർക്കി, ശിർക്കിൽ തന്നെ നിലനിൽക്കുന്നവൻ, ഏതുവരെയും ഹത്തൽ വഫാത്ത്, മരണം വരെ ശിർക്കിൽ തന്നെ ജീവിച്ചവൻ, ലാ ഗുഫ്റാന ലിദുനൂബിഹി, അവനൊരിക്കലും അല്ലാഹു പൊറുക്കുന്നതല്ല. എന്തേ കാരണം? ലിഅന്നഹു, അവൻ ലം യുബദ്ദിൽ ഹുസ്നൻ ബഅദ സൂഇൻ, അവന്റെ ഈ തിന്മക്ക് പകരം അവനൊരു നന്മയും പിന്നെ പകരം കൊണ്ടുവന്നിട്ടില്ല. ഇതേപോലെ തന്നെയാണ് മുനാഫിഖീങ്ങളെ സംബന്ധിച്ചും അല്ലാഹു പറയുന്നത്, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും
ലൻ യഗ്ഫിറല്ലാഹു ലഹും, നബിയേ നിങ്ങളാ മുനാഫിക്കീങ്ങൾക്ക് വേണ്ടി പടച്ചവനെ അവരുടെ പാപം പുറത്തു കൊടുക്കണമേ എന്ന് എന്നോട് പറഞ്ഞാലും അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും സമമാണ്. അള്ളാഹു അവരോട് പൊറുക്കുന്നതേ അല്ല. എന്താ കാരണം? അവര് അള്ളാഹുവിന്റെ ദീനിലേക്ക് ഇഖ്ലാസോടുകൂടെ വന്നിട്ടില്ല. അവരുടെ തിന്മയായ ആശയങ്ങൾക്ക് ശേഷം അവരുടെ മനസ്സവരെ ക്ലിയറാക്കിയിട്ടില്ല. നേരെ മറിച്ച് ഏത് മുശ്രിക്കാണെങ്കിലും ഏത് മുനാഫിഖാണെങ്കിലും അബദ്ധം എന്ത് തന്നെ സംഭവിക്കട്ടെ, പിന്നീട് അവൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലോ അള്ളാഹു അത് പൊറുക്കാതിരിക്കുകയില്ല. അവൻ ശിർക്ക് ചെയ്തവനല്ലേ, മുനാഫിക്കല്ലേ എന്ന് വിചാരിച്ച് അള്ളാഹു പൊറുക്കാതിരിക്കുകയില്ല. പക്ഷെ മടങ്ങി വരണം, തൗബ ചെയ്യണം. അതാണ് അള്ളാഹു വിശദീകരിച്ചത്. ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വഅതസമൂ ബില്ലാഹി വഅഖ്ലസൂ ദീനഹും ലില്ലാഹ് ഫഉലൈക മഅൽ മുഅ്മിനീൻ വസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അദീമാ. പശ്ചാത്തപിച്ചവരൊഴികെ, പശ്ചാത്താപം ശരിയാണെന്നതിനുള്ള രേഖയായിക്കൊണ്ട് പിന്നീടുള്ള ജീവിതം നന്നാക്കുകയും ചെയ്യണം. അതാണ് വഅസ്ലഹൂ വഅതസമൂ ബില്ലാഹി, അല്ലാഹുവിനെ മുറുകെ പിടിക്കണം, അവന്റെ ദീനിന്റെ ആശയങ്ങളെ കളഞ്ഞു കുളിക്കരുത്. വഅഖ്ലസൂ ദീനഹും ലില്ലാഹ്, അവരുടെ ദീനിനെ അവർ അള്ളാഹുവിലേക്ക് ഇഖ്ലാസോടുകൂടി സമർപ്പിക്കണം. അത്തരത്തിലുള്ള ആളുകൾ, അത് മുമ്പേത് മുനാഫിക്കായാലും മുമ്പേത് മുശ്രിക്കിന്റെ ഗണത്തിൽപ്പെട്ടവനാണെങ്കിലും പടച്ചവൻ അവരോട് വിരോധമില്ല, വെറുപ്പില്ല. ഫഉലൈക മഅൽ മുഅ്മിനീൻ, അത്തരക്കാരും മുഅ്മിനീങ്ങളോടൊപ്പമാണ്. വസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിനീന, അത്തരത്തിലുള്ള മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പിറകെ കൊടുക്കുന്നു അജ്റൻ അദീമാ, ഏറ്റവും വമ്പിച്ച പ്രതിഫലം നൽകുന്നു. അപ്പൊ ശിർക്ക് ചെയ്ത് നിഫാഖൊക്കെ ചെയ്ത് പിന്നീട് പാപമോചനത്തിന് തേടിയിട്ടില്ലെങ്കിൽ പാപം പൊറുക്കുന്നതല്ല. മറിച്ച് മരിക്കുന്നതിന്റെ മുമ്പ് അവൻ പശ്ചാത്തപിച്ചാലോ അല്ലാഹു അവനും പൊറുത്തു കൊടുക്കും. ഇനി വേറൊരു മസ്അല പണ്ഡിതന്മാർ പറയുന്നു. അതേ അവസരത്തിൽ അല്ലാഹു പറഞ്ഞല്ലോ വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതല്ലാത്ത പാപങ്ങൾ പൊറുത്തു കൊടുക്കും. അപ്പൊ തൗബ വേണ്ടേ? അതിനെക്കുറിച്ചുള്ള ചർച്ച കേട്ടോളൂ. വഅമ്മാ ഇൻ മാത, ഇനി ഒരാൾ മരിച്ചുപോയി, വഹുവ മുഖീമുൻ അലൽ കബായിരി, വൻ പാപങ്ങളിൽ തന്നെ നിലനിൽക്കെ ഒരാൾ മരിച്ചുപോയി, മിൻ ഗൈരി അൻ യതൂബ, പശ്ചാത്തപിക്കാതെ മരിച്ചുപോയി, മദ്യപിച്ചവനാണ്, വ്യഭിചരിച്ചവനാണ്, പലിശ തിന്നവനാണ്, ഹറാമ് ചെയ്തവനാണ്, അങ്ങനെ വൻപാപങ്ങൾ കുറെ ചെയ്തു. പക്ഷേ പശ്ചാത്തപിക്കാതെയാണ് ഒരാൾ മരിച്ചത്. ശിർക്കിന്റെ കാര്യമല്ല പറയുന്നത്, മറ്റുള്ള മഹാപാപങ്ങൾ ഒരാൾ ചെയ്തു, പശ്ചാത്തപിക്കാതെയാൾ മരിച്ചുപോയെങ്കിൽ ഫഇന്ന മദ്ഹബ അഹ്ലി സുന്നത്തി വൽ ജമാഅ, എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം അന്നഹു ലൈസ ലഹു, അവനില്ല അഹദുൻ ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കൽ ഒരു കരാറൊന്നുമില്ല, ബിൽ മഗ്ഫിറത്തി വർ റഹ്മത്തി, അവൻ അല്ലാഹ് പുറത്തു കൊടുത്തോളണം എന്ന് കരാറില്ല. ബൽ ഇൻശാഅ ഗഫറ ലഹു, അല്ലാഹ് ഉദ്ദേശിച്ചെങ്കിൽ അവന് പുറത്തു കൊടുത്തേക്കും. വഅഫാ അൻഹു, അവനോട് മാപ്പ് ചെയ്തേക്കും. ബിഫദ്ലിഹി, അവന്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രം. കമാ ഖാല അസ്സ വജല്ല വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ശിർക്കല്ലാത്ത പാപങ്ങൾ അവൻ പുറത്തു കൊടുക്കും. അതേ അവസരത്തിൽ വൈൻഷാ, ഇനി അവൻ ഉദ്ദേശിച്ചാലോ അങ്ങനെ ചെയ്യും. അസ്സബഹു ഫിന്നാരി ബിഅദ്ലിഹി, നരകത്തിയിലിട്ടവനെ ശിക്ഷിക്കും. അതും ബിഅദ്ലിഹി, അതും അവന്റെ നീതിയാണ്. സുമ്മ യുഖ്രിജുഹു മിൻഹാ, പിന്നീട് അവൻ അനുഭവിച്ച് തീർക്കേണ്ട കാലഘട്ടം എത്രയാണ് അവൻ നരകത്തിൽ കഴിച്ചു കൂട്ടേണ്ടതെങ്കിൽ ആ കാലയളവ് റബ്ബിന് നന്നായിട്ടറിയാം. അക്കാലം കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു അവന്റെ റഹ്മത്തിലൂടെ ആ നരകത്തിയിൽ നിന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവരും എന്ന് വശഫാഅത്തി ശാഫിഈൻ, അല്ലാഹുവിന്റെ മുമ്പിൽ ശുപാർശ ചെയ്യുന്ന ശുപാർശക്കാരുടേതായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുവാദം കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്നതിന്റെയും അടിസ്ഥാനത്തിൽ അവൻ അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് സുമ്മ യുദ്ഖിലുൽ ജന്ന, പിന്നീട് അവരെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് അവസാന കാലത്തെങ്കിലും പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടുന്നവരും ആര് മാത്രമാണെന്നോ, വദാലിക ലിൽ മുവഹ്ഹിദീന ഖാസ്സ, തൗഹീദുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം. പാവങ്ങളൊക്കെ പറ്റിപ്പോയിട്ട് കുറെ കാലം നരകത്തിൽ കിടന്ന് രക്ഷപ്പെടാമല്ലോ, അവസാനെങ്കിലും സ്വർഗത്തിലേക്ക് എത്തുമല്ലോ എന്ന പ്രതീക്ഷയും അല്ലാഹു ആർക്ക് മാത്രമാണ് അവശേഷിപ്പിക്കുന്നത്? മുവഹ്ഹിദുകൾക്ക് മാത്രം. ശിർക്ക് ചെയ്തവൻ അങ്ങനത്തെ പശ്ചാത്തപിക്കാതെയാണ് മരിച്ചതെങ്കിൽ
അവർ നരകാഗ്നിയിൽ ശാശ്വതമാണ്, അതിൽ നിന്ന് അവർക്ക് മോചനമില്ല എന്ന് വളരെ കൃത്യമായി അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നു.